എന്നോടൊപ്പം ഉള്ളത് മനോജ് ആറാണ്. സ്കൂൾ ഫോർ ബ്ലൈൻഡിൽ നിന്നും മികച്ച വിദ്യാർത്ഥിയായി പുറത്തിറങ്ങി ഇപ്പോൾ +2 കൊമേഴ്ഷ്യൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായി മാറുകയാണ്. ടീച്ചറെ, എന്താണ് മനോജിനെ പറ്റി പറയാനുള്ളത്? 1ാം ക്ലാസ് മുതൽ ഏറ്റവും മിടുക്കനായ രീതിയിൽ പഠനത്തിലും പഠനേതര വിഭാഗങ്ങളിലും ഏറ്റവും മിടുക്ക് തെളിയിച്ച കുട്ടിയാണ്. പിന്നെ പഠനത്തിൽ മാത്രമല്ല, അതുപോലെ നമ്മുടെ ആലുവ പുഴ നീന്തിക്കടന്ന കാഴ്ചവൈകല്യമുള്ളൊരു കുട്ടി കൂടിയാണ് നമ്മുടെ മനോജ്. അത് എടുത്ത് പറയാവുന്നതാണ്. നീന്തൽത്താരാണ്. നമ്മുടെ പെരിയാർ റിവർ എന്ന് പറഞ്ഞാൽ 650 മീറ്റർ ഉണ്ട്. ഇത്രയും ദൂരം നീന്തിക്കിടക്കുക, അതും ടോട്ടലി ബ്ലൈൻഡ് ആയിട്ടുള്ളത് ഞങ്ങൾക്ക് അഭിമാനമാണ്. അവൻ്റെ ഏറ്റവും മിടുക്കാണത്. അതുപോലെ പഠിക്കുന്ന വിഷയങ്ങളിലും അതുപോലെ മിടുക്ക് തെളിയിച്ചു. 10ാം ക്ലാസ്സിൽ ഫുൾ A+ കൂടി അവൻ 10ാം തരം പാസ്സായി. പ്രത്യേകത എന്ന് പറയുന്നത് 10ാം ക്ലാസ് വരെ അവൻ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചതിന് ശേഷം അവൻ +2 കോമേഴ്സ് CBSEയിലാണ് ചെയ്തത്. ഈ CBSEയിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്കോടുകൂടി ഫുൾ A1 വാങ്ങിച്ച് പാസ്സായ ടോട്ടലി ബ്ലൈൻഡ് വിഭാഗത്തിൽ, കാഴ്ചവൈകല്യമുള്ളവരുടെ വിഭാഗത്തിൽ ഇത്രയും മാർക്ക് വാങ്ങിയ ഇന്ത്യൻ എന്ന് പറയുന്നത് മനോജാണ്. മനോജ്, ഏത് വിഷയത്തിലാണ് ഇപ്പോൾ ഫുൾ A+ വാങ്ങിയേക്കുന്നത്? ഇപ്പം നേടിയിട്ടുള്ള എല്ലാത്തിലും A1 ആണ്. അതായത് ബിസിനസ്, കൊമേഴ്സ്, IP ആണ് എൻ്റെ സ്ട്രീം. അപ്പോൾ അതിൽ ഇൻഫോർമാറ്റിക്സ് പ്രാക്ടീസസ്, അതിൽ കമ്പ്യൂട്ടറിൻ്റെ ബേസിക്കും കോഡിംഗ് ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ CBSEയിലേക്ക് മാറാൻ കാരണം എന്താ? സ്റ്റേറ്റ് സിലബസ് ഒന്നുകൂടെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാംസ് ആയിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ CBSEയിൽ മാറിയത്. സാധാരണ ആൾക്കാർ CBSE പഠിച്ചിട്ട് സ്റ്റേറ്റിൽ കുറച്ച് മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടി സ്റ്റേറ്റ് സിലബസിലേക്ക് മാറുന്ന കാഴ്ചയാണ്. അതിന് വിരുദ്ധമായിട്ടാണ് ചെയ്തേക്കുന്നത്. എന്താണ് ആഗ്രഹം മനോജിൻ്റെ? എനിക്ക് സിവിൽ സർവീസിൽ ആണ് ആഗ്രഹം. IFS ആവണം എന്നാണ്. ഇന്ത്യൻ ഫോറിൻ സർവീസിലേക്ക് പോകണം. എന്താ അങ്ങനെ തോന്നാൻ കാരണം എന്താ? അതായത് എനിക്ക് ഇപ്പം നമ്മളുടെ വേൾഡിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങളും പല ഇവൻറ്റ്സൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ ട്രേഡ് വാർ നടക്കുന്നുണ്ട്, പിന്നെ പല കൺട്രീസ് തമ്മിൽ വാറുകളും അങ്ങനെയെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇന്ത്യൻ ഫോറിൻ സർവീസ് എന്ന് പറഞ്ഞാൽ ഡിപ്ലോമസി, അതിലൊക്കെ ആ ഒരു ഫീൽഡിൽ എക്സൽ ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. യുദ്ധമൊക്കെ നടക്കുമ്പോൾ എന്താ മനോജിന് പറയാനുള്ളത് യുദ്ധത്തെക്കുറിച്ച്? യുദ്ധത്തെക്കുറിച്ച് പറയാനുള്ളത് എന്ന് വെച്ചാൽ, നമ്മൾ യുദ്ധം സത്യം പറഞ്ഞാൽ യുദ്ധത്തിൽ ജനങ്ങൾ മരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ എന്തായാലും വേണ്ടെന്നേ പറയുള്ളൂ. കോടിക്കണക്കിന് ഈ സോൾജേഴ്സ് മാത്രമല്ല, പല ഇന്നസെൻ്റ് ആയിട്ടുള്ള സിവിലിയൻസ് യുദ്ധത്തിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ യുദ്ധം എന്തായാലും വേണ്ടെന്ന് തന്നെ ആണ് എൻ്റെ അഭിപ്രായം. സ്കൂളിനെ പറ്റി പറയാനുണ്ടോ? ഈ സ്കൂളിലേക്ക് കുട്ടികൾ വരണമെന്നാണോ മനോജ് പറയുന്നത്? അബ്സല്യൂട്ട്ലി. ഞാൻ 10th ശേഷം ഹാരി പോട്ടർ ബുക്സ് വായിച്ചപ്പോൾ എന്നെ അത് വളരെ റിലേറ്റബിളായിട്ട് തോന്നി. അതായത് അതിലും 7 years ഹോഗ്വാർട്സിൽ 7 years ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷനാണ്. അതേപോലെയാണ് എനിക്കിവിടെ ഇപ്പോൾ തോന്നിയത്. ആ ഒരു ബുക്ക് വായിച്ചപ്പോൾ അതുപോലെയാണ്. 7 years ഈ സ്കൂളിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കിട്ടി, പല ഫ്രണ്ട്ഷിപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി, പല പാഠങ്ങൾ പഠിക്കാൻ പറ്റി. സോ പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും എല്ലാം സപ്പോർട്ടോടെ എല്ലാവർക്കും വളരെ ഉയരങ്ങളിലെത്താൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം.